അത് നോക്കാൻ പരിശോധിക്കാൻ എന്താണെന്നറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ കേസ് എടുക്കാറില്ല. ഇതെന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. അത് നോക്കാം, എന്താണെന്ന് നോക്കാം. അത്തരം ഒരു ഹാക്കിംഗ് ഒന്നും നടക്കില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അങ്ങനെ ആളുകളുടെ പണം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത്തരം നടപടികളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതെന്തായാലും വിശദമായ പരിശോധന പാർട്ടി നടത്തും. അക്കാര്യത്തിൽ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം അക്കാര്യത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം അതൊക്കെ യാതൊരു വ്യക്തതയുമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി അത് SP പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത്. വിശദമായ അതറിയില്ല എന്താന്ന്. അത് റിപ്പോർട്ട് കിട്ടട്ടെ അന്നേരം. അതെ അതെ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവ കച്ചവടം നടക്കുന്നുള്ള പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ഒരു SIT രൂപീകരിച്ചത്. അത് ശക്തമായി തന്നെ അതിനെ നിയന്ത്രിക്കും. ഒരു സംശയവും വേണ്ട. അങ്ങനെ ആരെങ്കിലും അതുകൊണ്ടാണ് എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷക സംഘത്തെ നിയോഗിച്ചത്. ഇത് വളരെ വ്യാപകമായ തോതിൽ കേരളത്തിൽ അവയവ കച്ചവടം നടക്കുന്നതായി അറിഞ്ഞതിന്റെ പേരിലും പരാതികൾ വന്നതിന്റെ പേരിലുമാണ് അതൊരു SIT രൂപീകരിച്ചത്. SITയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ഇന്നലെ ഞാൻ എറണാകുളം റൂറൽ SP ആയിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഓർഡർ കിട്ടി, ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞു. അല്ല, അതെല്ലാം പരിശോധിക്കും, തീർച്ചയായിട്ടും പരിശോധിക്കും. കേരളത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചില വ്യവസ്ഥാപിതമായ നടപടികളുണ്ട്, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ ആളുകളുടെ അവയവങ്ങൾ മോഷ്ടിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനൊക്കെ നിയന്ത്രിച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ചത്. SITയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ശ്രീമതിക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ മൊഴിയടക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സമാനമായ എല്ലാ പ്രചാരണങ്ങളിലും ആ തരത്തിലുള്ള ഇടപെടലുണ്ടാവും. PK ശ്രീമതി ടീച്ചറുടെ പേരിലുണ്ടായ ആ ഒരു പ്രചരണം ഒട്ടും ശരിയല്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് ശരിയല്ല. അത് പരാതി കിട്ടി, മുഖ്യമന്ത്രി ആ പരാതി എനിക്ക് നൽകിയിരുന്നു. അതിനുശേഷം ആ പരാതി ഞാൻ നമ്മുടെ ഈ സൈബർ സെല്ലിന്റെ IG ശ്രീ പ്രകാശിന് കൈമാറിയിട്ടുണ്ട്. പ്രകാശ് അന്വേഷിക്കട്ടെ. അത് ആര് ചെയ്താലും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് യാതൊരു വാസ്തവമില്ലാത്ത ഒരു കാര്യത്തിനാണ് PK ശ്രീമതി മുൻ മന്ത്രിയാണ്. അവർ സംസ്ഥാനത്തെ ഒരു വനിതാ നേതാവാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരെപ്പോലുള്ള ആളിനെ ഒരു മര്യാദയുമില്ലാതെ അപമാനിച്ചതിനാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സൈബർ സെല്ല് എൻ്റെ SP കൊടുത്തത്. അതുകൊണ്ടാണ് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി അതിലുണ്ടാവും. ഒരു സംശയമില്ല.